Hi friends, welcome back to my channel, Your Online Teacher. നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗനൈസിങ് ആണ്. അതിന് മുന്നത്തെ 4 ചാപ്റ്റേഴ്സും നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്യുക. എൻറ്റയർ ചാപ്റ്റർ നമ്മൾ ഓരോ വീഡിയോസിലായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ 5ാമത്തേതാണ് നോക്കുന്നത്. സോ അതുപോലെ തന്നെ ഇതേപോലെ ഒരു വീഡിയോയിൽ മുഴുവനായിട്ട് ഒരു ചാപ്റ്റർ കവർ ചെയ്യുമ്പോൾ കുറച്ചധികം സമയം എടുക്കും അല്ലേ. പക്ഷേ അങ്ങനെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോസാണ്. സോ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ എന്നുള്ളത് അറിയിക്കുക. അത് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് ബിസിനസ് സ്റ്റഡീസിൻ്റെ ബാക്കി ചാപ്റ്റേഴ്സും ഇതേപോലെ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ മുഴുവനും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ താഴെ അത് അറിയിക്കുക. സോ ഓർഗനൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ദ വർക്ക്സ് ടു ബി പെർഫോംഡ്. ഒരു സ്ഥാപനത്തിൽ എന്തൊക്കെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കലും ഒരേപോലെയുള്ളതിന് ഗ്രൂപ്പ് ചെയ്യലും ദെൻ അതിൽ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി അനുസരിച്ചിട്ട് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യലും എല്ലാമാണ് എന്തിനു വേണ്ടിയിട്ട്? ഫോർ അക്കംപ്ലിഷിങ് ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ. ഇതാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. സോ ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്പ് നോക്കാം. ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. ആ ഒരു ഡെഫിനേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് എന്താണ്? ഐഡൻറ്റിഫൈങ് ആൻഡ് ഡിവൈഡിങ് ടോട്ടൽ വർക്ക് ടു ബി ഡൺ. ചെയ്തു തീർക്കാനുള്ള വലിയൊരു വർക്കിന് എന്ത് ചെയ്യും? പല ചെറിയ ചെറിയ ജോബ്സ് ആക്കി ഡിവൈഡ് ചെയ്ത് ഒരേപോലെയുള്ളതിനെ ഗ്രൂപ്പ് ചെയ്യലാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് ആ വർക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതും അതിനെ ചെറിയ ചെറിയ ജോബുകളാക്കി ഡിവൈഡ് ചെയ്ത് ഓരോ എംപ്ലോയീസിനും അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരുന്നതാണ് ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ. ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത ജോബ്സിൽ ഒരേപോലെയുള്ളത് സിമിലർ ആയിട്ടുള്ളതിന് എന്ത് ചെയ്യും? ഗ്രൂപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്. അങ്ങനെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഓരോ ജോബ് പൊസിഷനിലേക്കും ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള അവരവരുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ചിട്ട് ഡ്യൂട്ടീസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അവർ തമ്മിൽ എന്ത് ചെയ്യും? റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യും. അതായത് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകുമല്ലോ, ആരോട് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ. സോ ആ ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യലാണ് 4ാമത്തെ സ്റ്റെപ്പ്. ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വർക്കിംഗ് റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. അതായത് ഹൂ ഈസ് അക്കൗണ്ടബിൾ ടു ഹൂം, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്ത് തീർക്കേണ്ടത്, എൻ്റെ സുപ്പീരിയർ ആരാണ്, എൻ്റെ സബോർഡിനേറ്റ് ആരാണ് എന്നതിലൊക്കെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ ഓർഗനൈസിങ് ഹെൽപ്പ് ചെയ്യും. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓർഗനൈസേഷൻ്റെ റിസോഴ്സസ് ഏറ്റവും വേസ്റ്റ് കുറച്ചുകൊണ്ടും കുറച്ച് എഫേർട്ട് ഇട്ടുകൊണ്ടും ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അഡാപ്റ്റേഷൻ ടു ചേഞ്ച്. ബിസിനസ് എൻവയോൺമെൻറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ ആ മാറ്റത്തിനൊത്ത് അഡാപ്റ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ ഓർഗനൈസേഷനെ കൊണ്ടുപോകാൻ ഓർഗനൈസിങ് ഹെൽപ്പ് ചെയ്യും. എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഓർഗനൈസേഷനിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രോപ്പർ എക്സിക്യൂഷൻ ഓഫ് വർക്ക് അവിടെ ഉറപ്പുവരുത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽസ്. അതായത് മാനേജേഴ്സിൻ്റെയൊക്കെ ക്രിയേറ്റിവിറ്റിയെ ഓർഗനൈസിങ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴി ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ള ചാലഞ്ചസ് എല്ലാം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നേരത്തെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാനും ഓർഗനൈസിങ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ അത് ഓർഗനൈസേഷൻ്റെ എക്സ്പാൻഷനും ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യും. കൂടുതൽ ജോബ് പൊസിഷൻസ് ആഡ് ചെയ്യാനും കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആഡ് ചെയ്യാനൊക്കെ എന്താണ്? ഓർഗനൈസിങ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഫങ്ഷണൽ സ്ട്രക്ചർ, ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ 2 സ്ട്രക്ചറാണ് ഉള്ളത്. ഇതിലെന്താ മെയിനായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് ജോബ് പൊസിഷൻസ് ഓഫ് ആൻ എൻ്റർപ്രൈസ്. ഒരു സ്ഥാപനത്തിൽ പല ജോബ് പൊസിഷൻസ് ഉണ്ടാകുമല്ലോ, അതിൽ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു പാറ്റേൺ ആണ് നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നിന്ന് മനസ്സിലാകുക. then ഇവിടെ ചെറിയൊരു ടോപ്പിക്ക് കണ്ടോ, സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ. 2 മാർക്കിന് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണത്. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ എ സുപ്പീരിയർ. ഒരു സുപ്പീരിയർക്ക് വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന സബോർഡിനേറ്റ്സിൻ്റെ എണ്ണം, അതാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർക്ക് മാക്സിമം ചിലപ്പോൾ 60 സ്റ്റുഡൻസിനൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുപോലെ ഒരു മാനേജർക്ക് വളരെ എഫക്റ്റീവായിട്ട് എത്ര സബോർഡിനേറ്റ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ആദ്യത്തേതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ.
ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് എൻ ഓർഗനൈസേഷൻ ഡിസൈൻ ദാറ്റ് ഗ്രൂപ്പ്സ് സിമിലർ ഓർ റിലേറ്റഡ് ജോബ്സ് ടുഗെദർ. ഒരേപോലെയുള്ള ജോലികളൊക്കെ ഒന്നിച്ച് നിൽക്കും. ആൻഡ് ഓരോ ഫങ്ഷൻ അനുസരിച്ചിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വരും. നോക്കാം ഫങ്ഷണൽ സ്ട്രക്ചർ കണ്ടോ. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് കൂടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അതായത് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാകും, അതിൻ്റെ കീഴിൽ എന്താണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫങ്ഷൻസ് അനുസരിച്ചിട്ടായിരിക്കും എന്തുണ്ടാകുക, ഡിപ്പാർട്ട്മെൻറ്റ്സ് തിരിച്ചിട്ടുണ്ടാകുക. ഓക്കെ, അതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതെങ്ങനെയുള്ള സ്ഥാപനത്തിലാണ് സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ വലിയ ഓർഗനൈസേഷൻ, ഒത്തിരി ആക്ടിവിറ്റീസ് ഉള്ള ഓർഗനൈസേഷൻ, ദെൻ ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ, ഓരോന്നിലും നല്ല സ്പെഷ്യലൈസേഷനൊക്കെ വേണ്ട അങ്ങനെയുള്ള ഓർഗനൈസേഷനിലൊക്കെയാണ് ഇത് കൂടുതലും എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യലൈസേഷന് ഹെൽപ്പ് ചെയ്യും, ബെറ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷന് ഹെൽപ്പ് ചെയ്യും, ഡ്യൂപ്ലിക്കേഷൻ കുറച്ച് അതിൽ നിന്ന് കോസ്റ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും, ട്രെയിനിങ് കുറച്ചും കൂടി എംപ്ലോയീസിന് ഈസി ആകും. ദെൻ എന്താണ് ഓരോ ഫംഗ്ഷനും വേണ്ട കൃത്യമായിട്ടുള്ള അറ്റൻഷൻ നമുക്ക് കൊടുക്കാനും പറ്റും. മാർക്കറ്റിങ്ങിന് നമുക്ക് അങ്ങനെ മാർക്കറ്റിങ്ങിന് മാത്രമായിട്ട് അറ്റൻഷൻ കൊടുക്കാം, പ്രൊഡക്ഷന് മാത്രം, അങ്ങനെ ഓരോ ഫംഗ്ഷനും നമുക്ക് വേണ്ട അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി നാരോ പെർസ്പെക്റ്റീവാണ്. അതായത് ഫങ്ഷണൽ ഹെഡ്സ് മേ ഫോക്കസ് മോർ ഓൺ ഫങ്ഷണൽ ഇൻട്രസ്റ്റ്. ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതാണല്ലോ പ്രൊഡക്ഷൻ്റെ ഹെഡ്, അയാൾ ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം എന്ത് ചെയ്യുള്ളൂ, പ്രൊഡക്ഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നോക്കുള്ളൂ. ഓർഗനൈസേഷൻ്റെ മുഴുവൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ അയാൾ നോക്കില്ല. സോ അതുപോലെ തന്നെ കോർഡിനേഷൻ പ്രോബ്ലംസ് വരും. ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ്റെ കുറവ് വന്നേക്കാം. അതുപോലെ തന്നെ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഇൻട്രസ്റ്റ് ഒന്നിച്ചു പോകാതെ അങ്ങനെ അവർ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ വരും. ദെൻ രണ്ടാമത്തെ സ്ട്രക്ചറാണ് ഡിവിഷണൽ സ്ട്രക്ചർ. ഡിവിഷണൽ സ്ട്രക്ചറിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ പ്രോഡക്റ്റിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫങ്ഷണൽ സ്ട്രക്ചർ ഉണ്ടാകും. അതായത് ഇപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മാനേജിങ് ഡയറക്ടർ, അതിൽ ലെതർ ആക്സസറീസ് ആ ഒരു സ്ഥാപനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ജ്വല്ലറി, ഗാർമെൻറ്റ്സ്, ഫുഡ്വെയർ, അങ്ങനെ ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ടാകും. ആ ഓരോ പ്രോഡക്റ്റിൻ്റെയും കീഴിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫങ്ഷണൽ സ്ട്രക്ചർ വരും കണ്ടോ. പ്രൊഡക്ഷൻ, സെയിൽസ്, മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്. ഫുഡ്വെയറിൻ്റെ കീഴിലും ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വരും. പ്രൊഡക്ഷൻ, സെയിൽസ്, മാർക്കറ്റിംഗ്, അഡ്വർടൈസിങ്, HR. ഗാർമെൻറ്റ്സിൻ്റെ കീഴിലും അങ്ങനെ ഓരോ പ്രോഡക്റ്റ് ലൈൻ്റെയും കീഴിൽ എന്ത് വരാണ്, ഫങ്ഷണൽ സ്ട്രക്ചർ വരാണ്. സോ അതാണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ലാർജ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സും ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷനൊക്കെ ആവശ്യമുള്ള ഒരു ഓർഗനൈസേഷനിൽ ഇത് സ്യൂട്ടബിൾ ആണ്. പിന്നെ ഒത്തിരി ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉള്ള ഓർഗനൈസേഷനിൽ സ്യൂട്ടബിൾ ആണ്. പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ആക്ടിവിറ്റീസ് സ്പ്രെഡായി കിടക്കുന്ന ഓർഗനൈസേഷനിലൊക്കെയാണ് ഇത് സ്യൂട്ടബിൾ. ഇവിടെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റിൽ സ്പെഷ്യലൈസ്ഡ് ആകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ഹെഡ് ഫങ്ഷനിൽ മാത്രം, പ്രൊഡക്ഷൻ്റെ ഹെഡ് എന്താണ്, ആ പ്രൊഡക്ഷനിൽ മാത്രമേ അയാൾക്ക് സ്പെഷ്യലൈസേഷൻ കിട്ടുന്നുള്ളൂ. അതേസമയം ഗാർമെൻറ്റ്സിൻ്റെ സെക്ഷനിൽ ഗാർമെൻറ്റ്സിൻ്റെ ഹെഡിന് എന്താ, അയാളുടെ കീഴിലാണ് പിന്നെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വരുന്നത് അല്ലേ. സോ അയാൾ പ്രൊഡക്ഷൻ, ദെൻ ഫിനാൻസ്, മാർക്കറ്റിംഗ് എല്ലാത്തിലും കൂടി അയാൾക്ക് ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോഡക്റ്റിൻ്റെ കംപ്ലീറ്റ് സ്പെഷ്യലൈസേഷൻ കിട്ടും. ദെൻ അതുപോലെ തന്നെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അയാളെ ഹെൽപ്പ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഒക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. അതായത് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇപ്പോൾ എന്താണ് ഫുഡ്വെയറിൽ നിന്നാണ് കച്ചവടം കുറവെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെയിൽസ് കുറയാനുള്ള കാരണം ഈ ഫുഡ്വെയർ ആണെന്ന് പെട്ടെന്ന് റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ തന്നെ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്തിനെല്ലാം ഹെൽപ്പ് ചെയ്യും. ഇതിന് ഡിസഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വന്നേക്കാം. ചിലപ്പോൾ ഫുഡ്വെയർ സെക്ഷനിലേക്ക് കൂടുതൽ ഫണ്ട് പോയേക്കാം. ദെൻ എന്താണ് അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിലേക്ക് ചിലപ്പോൾ കുറച്ച് ഫണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഫ്ലിക്ട്സ് വന്നേക്കാം. പിന്നെ ഓരോ പ്രോഡക്റ്റിൻ്റെയും കീഴിൽ ഇതേപോലെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് വരുന്നത് കൊണ്ട് കുറച്ചുകൂടി കോസ്റ്റ്ലി ആണത്. ദെൻ അതുപോലെ തന്നെ ഓട്ടോണോമി മിസ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പ്രൊഡക്ഷൻ ഹെഡിന് ഇപ്പോൾ ഇപ്പോൾ ഗാർമെൻറ്റ്സിൻ്റെ ഹെഡിൻ്റെ കീഴിലാണ് കംപ്ലീറ്റ് അതിൻ്റെ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, HR എല്ലാം വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്, അവർ ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റിനെക്കാട്ടിലും അവരുടെ
ആ ഒരു താല്പര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ആണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അത് ഇത്രയേ ഉള്ളൂ. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ഒക്കെ, അക്കൗണ്ടബിലിറ്റി ഒക്കെ അനുസരിച്ചിട്ടുള്ള ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമൽ ആയിട്ടുള്ള സ്ട്രക്ചർ. ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങളുടെ സ്കൂളിൽ പ്രിൻസിപ്പളുണ്ട്, പ്രിൻസിപ്പളിൻ്റെ കീഴിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ കീഴിൽ ടീച്ചേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സിൻ്റെ കീഴിൽ ലീഡേഴ്സ് ഉണ്ട്, ലീഡേഴ്സിൻ്റെ കീഴിൽ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ. ഏകദേശം അതുപോലെ ഈ ഫോർമൽ ഓർഗനൈസേഷൻ വരുന്നത്. സോ ഇതെന്ന് പറയുന്നത് ടോപ്പ് മാനേജ്മെൻറ്റ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓരോ ജോബ് പൊസിഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വ്യക്തികളെക്കാൾ കൂടുതൽ ആ ഒരു ജോബ് പൊസിഷനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ എന്താണ്, എങ്ങനെ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ള ആ ഒരു ചെയിൻ ഓഫ് കമാൻഡ് എല്ലാം ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ്, മെമ്പേഴ്സ് ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എല്ലാം ഇതിൽ നേരത്തെ തന്നെ ലേ ഡൗൺ ചെയ്തിട്ടുണ്ടാകും. അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്, ജോബിൻ്റെ ക്ലാരിറ്റി ഉണ്ട്, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാം, ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട്, ഗോൾസ് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, ഓർഗനൈസേഷനിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ സഹായിക്കും. ലിമിറ്റേഷൻ പറയുകയാണെങ്കിൽ ഒത്തിരി പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്, ഈ സ്കെലാർ ചെയിനിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അതുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് ഡിലേ ആകാം, പിന്നെ കുറച്ച് റിജിഡാണ്. ദെൻ അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെക്കാട്ടിലും ആ ഒരു വർക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേസമയം ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസിൽ നമ്മളിപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ആവില്ലേ. സ്കൂളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചില ടീച്ചേഴ്സ് ഒരു ഗ്രൂപ്പായിരിക്കും, ചില സ്റ്റുഡൻസ് ഒരു ഗ്രൂപ്പായിരിക്കും, അവരുടെ ഇടയ്ക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസിലൊക്കെ വരില്ലേ. സോ അതാണ് ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം വിത്തിൻ ദ ഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷനിൽ നിന്ന് തന്നെ ഉണ്ടായി വരുന്നതാണ്. അത് സ്പോണ്ടേനിയസ്ലി പെട്ടെന്ന് ഉണ്ടാകുന്ന, മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതല്ല. അതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഇല്ല. മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് തനിയെ നമ്മളതിലേക്ക് ആഡ് ആകുന്നതാണ്. ഫോർമൽ ഓർഗനൈസേഷനിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഉണ്ടാകില്ല അല്ലേ. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഫിക്സഡ് ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. മെമ്പേഴ്സിൻ്റെ സോഷ്യൽ കൾച്ചറൽ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡി കമ്മ്യൂണിക്കേഷനാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇന്നാളോട് മാത്രമേ സംസാരിക്കാമുള്ളൂ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി സ്പീഡി ആയിരിക്കും. ആളുകൾ സോഷ്യൽ നീഡ്സ് അവിടെ ഫുൾഫിൽ ചെയ്യും. ദെൻ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അതായത് ഇപ്പോൾ കുറേ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എല്ലാവരും കൂടി ഒരു ഗ്യാങ് ആയിട്ട് നിന്നുകൊണ്ട് മാനേജ്മെൻറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. ദെൻ അവരവരുടെ ഗ്രൂപ്പ് ഇൻട്രസ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കാം, ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻസിന് ഒബ്ജക്റ്റീവ്സിന് കൊടുക്കാതെ. പിന്നെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, റൂമേഴ്സ് എല്ലാം സ്പ്രെഡ് ആകാനുള്ള ചാൻസസ് ഒക്കെ ഇതിലുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും അതൊക്കെ തന്നെയാണ്. ഫോർമൽ എന്ന് പറയുമ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ ബേസിസിൽ വരുന്നതാണ്. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ളതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. കൾച്ചറൽ നീഡ്സ് ആൻഡ് സോഷ്യൽ നീഡ്സ് അച്ചീവ് ചെയ്യാനുള്ളതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമലിനൊരു സ്ട്രക്ചർ ഉണ്ട്, ഇൻഫോർമലിനില്ല. റിജിഡാണ് ഫോർമൽ, ഫ്ലെക്സിബിളാണ് ഇൻഫോർമൽ. കമ്മ്യൂണിക്കേഷൻ ഒഫീഷ്യൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പക്ഷേ ഇൻഫോർമൽ അങ്ങനെയില്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അതോറിറ്റിയാണ് റെസ്പോൺസിബിലിറ്റി. പക്ഷേ ഇവിടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസിലാണ്, അല്ലാതെ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പൊന്നുമില്ല. മാനേജ്മെൻറ്റ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ്, പക്ഷേ ഇത് മെമ്പേഴ്സിൻ്റെ കൺസെൻറ്റ് വഴിയാണ്. ഇവിടെ മാനേജേഴ്സാണ് ലീഡേഴ്സ് ആകാം, പക്ഷേ ഒരു ഇൻഫോർമൽ ഗ്രൂപ്പിൻ്റെയൊക്കെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ആരും ആകാം. യൂഷ്വലി സ്റ്റേബിളാണ്, പക്ഷേ ഈ ഇൻഫോർമൽ ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ മേ ബി പുതിയത് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വർക്കിനാണ്, ബട്ട് ഇൻഫോർമൽ ഹ്യൂമൻ ആസ്പെക്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ വിച്ച് എ സുപ്പീരിയർ അസൈൻസ് എ പാർട്ട് ഓഫ് ഹിസ് വർക്ക് ടു സബോർഡിനേറ്റ്സ് ആൻഡ് ഗീവ് ദം അതോറിറ്റി ടു പെർഫോം ദ വർക്ക് സോ അസൈൻ. അതായത് ഞാനിപ്പോൾ ക്ലാസ് ടീച്ചറാണെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് ചെയ്ത് തീർക്കാനുള്ള ഒരു വർക്ക് ഞാൻ എൻ്റെ താഴെയുള്ള സബോർഡിനേറ്റിനെ, ഇപ്പോൾ ക്ലാസ്സിൽ ലീഡറായിരിക്കാം, ലീഡറെ വിളിച്ചെന്താണ്, ലീഡർക്ക് അതിനുള്ള പവർ എല്ലാം കൊടുത്തുകൊണ്ട് എന്താണ് ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ഓർഗനൈസേഷൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ മതി. മാനേജർക്ക് അയാളുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും
കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. സോ ഡെലിഗേഷൻ്റെ എലമെൻറ്റ്സ് പറയുകയാണെങ്കിൽ അതിൽ അതോറിറ്റി ഉണ്ട്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ പവറാണ്. അതായത് ഓർഡേഴ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള പവറും അതുപോലെ തന്നെ അത് ചെയ്ത് തീർത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പവറുമാണ് അതോറിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഒബ്ലിഗേഷനാണ്. എന്താണോ അതോറിറ്റി പറഞ്ഞത് അത് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക എന്നുള്ള സബോർഡിനേറ്റ്സിൻ്റെ ബാധ്യതയാണ് റെസ്പോൺസിബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസറബിൾ ഫോർ ദ ഫൈനൽ ഔട്ട്കം. ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു, അത് അങ്ങനെ തന്നെ ചെയ്ത് ചെയ്ത ആ റിസൾട്ടിന് ആൻസറബിൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അക്കൗണ്ടബിലിറ്റി വരുന്നത്. ഓക്കെ, ഡെലിഗേഷൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ എഫക്റ്റീവ് മാനേജ്മെൻറ്റിന് ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം മാനേജ്മെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും അല്ലേ. നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനേക്കാളും എക്സ്ട്രാ തൻ്റെ മാനേജർ ചെയ്യുന്ന ഒരു വർക്ക് ഈ ഒരു എംപ്ലോയിക്ക് കിട്ടുകയാണ്. അപ്പോൾ എന്താണ്, അയാൾക്ക് അതിലുള്ള എക്സ്പീരിയൻസും നോളജും കിട്ടും. എംപ്ലോയിന് വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഇത് ഏൽപ്പിക്കുന്നത്. സോ അത് അയാളെ മോട്ടിവേറ്റ് ചെയ്യും, ഹയർ പെർഫോമൻസിലേക്ക് നയിക്കും, ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. ദെൻ എന്താണ് ഇതെന്ന് പറയുന്നത് ബെറ്റർ കോർഡിനേഷന് ഹെൽപ്പ് ചെയ്യും. പവർ, ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി എല്ലാം ഇതിലേക്ക് വരുന്നത് കൊണ്ട് ബെറ്റർ കോർഡിനേഷന് ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് ടോപ്പിക്കാണ് ഡീസെൻട്രലൈസേഷൻ. ഡെലിഗേഷൻ എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് എൻ്റെ താഴെയുള്ള സബോർഡിനേറ്റിനെ കുറച്ച് വർക്ക് ഏൽപ്പിക്കുന്നതാണ് ഡെലിഗേഷൻ. അതേസമയം ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഓർഗനൈസേഷൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും എല്ലാ ലെവലിലേക്കും ഡെലിഗേഷൻ ചെയ്യുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റിന് മാത്രമായിരിക്കില്ല, മിഡിൽ മാനേജ്മെൻറ്റിനും ലോവർ ലെവൽ മാനേജ്മെൻറ്റിനും ഒക്കെ അതിൽ ഒരു പങ്കുണ്ടാകും. സോ സബോർഡിനേറ്റ്സിൻ്റെ ഇടയ്ക്ക് ഇനീഷ്യേറ്റീവ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മാനേജേഴ്സിനെ എല്ലാവർക്കും ഇതിലേക്ക് നോളജും എക്സ്പീരിയൻസും കിട്ടുന്നുണ്ട്. ലോവർ ലെവൽ മാനേജേഴ്സിനും മിഡിൽ ലെവൽ മാനേജറിനും എല്ലാം അവരുടെ എല്ലാം ടാലൻറ്റ് ഇൻക്രീസ് ആകും, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ടോപ്പ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് ഒരു റിലീഫാണ്, ആശ്വാസമാണ് അല്ലേ, എല്ലാ കാര്യങ്ങളും ടോപ്പ് മാനേജ്മെൻറ്റ് തന്നെ ചെയ്യേണ്ട. ദെൻ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും, ബെറ്റർ കൺട്രോളിങ്ങിനും ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് 5th ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. താങ്ക് യു.